എത്ര രൂപ പൃഥ്വിരാജിന് കിട്ടുമോ ആ പൈസ സെറ്റിൽ ചെയ്യാൻ പറ. അവർ സെറ്റിൽ ചെയ്യട്ടെ. ഞങ്ങൾക്ക് സിനിമ കാണണ്ട. പൃഥ്വിരാജിന് മുടക്കം വന്ന എമൗണ്ട് അയാൾക്ക് കിട്ടണം. അത് കൊടുത്ത് നീയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യും. ഞങ്ങൾക്ക് കാണണ്ട. ഞങ്ങൾക്കല്ലാതെ അറിയാം. ഞങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൂടി അറിയണ്ട. ഗുജറാത്തിൽ നടന്ന എന്തെന്ന് കാണാൻ ഇവിടെ ഒരു സ്ത്രീ ജീവിച്ചിരിപ്പുണ്ടടാ. നാറികളെ, ഇവിടെ ഒരു സ്ത്രീ ജീവിച്ചിരിപ്പുണ്ടടാ. ബലാത്സംഗം ചെയ്ത് 5 മാസം വയറ്റിൽ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ബലാത്സംഗത്തിന് ഇരയായ ഒരു പെണ്ണ് ഞങ്ങൾക്ക് ജീവിച്ചിരിപ്പുണ്ടടാ. വിക്ടിമുണ്ടടാ. ഞങ്ങളുടെ കണ്ണു മുന്നിൽ 7 സ്ത്രീകളെ വെട്ടിയും കുത്തിയും കൊല്ലുന്നത് വിക്ടിമൈസ് ചെയ്ത സ്ത്രീ ഞങ്ങൾക്കുണ്ടടാ. നിന്റെ അത് സിനിമ വേണ്ട. ഗുജറാത്തിൽ നടന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഗുജറാത്തിൽ എന്ത് സംഭവിച്ചു എന്നും അവിടുത്തെ ജനങ്ങൾ എങ്ങനെ മരണപ്പെട്ടു എന്നും കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട്. അതിന് വ്യക്തിമായ ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടടാ. നാറികളെ, ഒരു പെണ്ണ് 5 മാസം ഗർഭിണിയായിരുന്നു. ആ പെണ്ണിന്റെ വയറ്റിലുള്ള കുഞ്ഞൊന്നും ജീവിച്ചിരിപ്പുണ്ട്. വിക്ടിമാണ് അവര്, മരിച്ചു പോയിട്ടില്ല. അതിന് സിനിമ വേണ്ട, പൃഥ്വിരാജ് വേണ്ട, ലാല് വേണ്ട, ഒരു നാറികളും വേണ്ട. ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നും ഞങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോണെന്നും വ്യക്തമായിട്ട് അറിയണം. യുദ്ധനീതി പോലും ഇല്ലാതെ യുദ്ധമുഖത്തിൽ പോലും സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള ആ നിയമം പോലും, ആ നീതി പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ട് ഞങ്ങളെ വേട്ടയാടി കൊന്നത് ഒരു കാലവും ഞങ്ങൾ മറക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല, മറക്കുകയുമില്ല. അതിനൊരു സിനിമയുടെ ആവശ്യം ഇസ്ലാമിയർക്കില്ല. രാജ്യവിരുദ്ധരെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളാണ് രാജ്യവിരുദ്ധർ, രാജ്യദ്രോഹികൾ. രാജ്യത്തിന്റെ പൌരന്മാരെ കൊല്ലാനും അവിടെയുള്ള പെണ്ണുങ്ങളെയും അടുത്ത അനന്തരാവകാശികളെ പോലും വെട്ടിയും കുത്തിയും ഇല്ലാതാക്കിയ വൃത്തികെട്ട സമൂഹമാണ് സംഘികൾ. ആ സംഘികൾ ഹിന്ദുക്കളുടെ അവകാശവാദം എടുക്കണ്ട. നിങ്ങൾ അട്ടിപ്പേര അവകാശം എടുക്കരുത്. ഹിന്ദുക്കളല്ലാതെ ചെയ്തത് സംഘികളാണ്. അതിന്റെ കൃത്യമായ എവിഡൻസ് ഉണ്ട്, കൃത്യമായ എവിഡൻസ്. ബജറംഗി പറഞ്ഞപ്പോ നൊന്തോ? ആരാണ് ബജറംഗി അതിനകത്ത് പറഞ്ഞു വിട്ടത്? എന്താണ് ബജറംഗിയുടെ മെയിൻ മോട്ടോ? എന്തായിരുന്നു? കൃത്യമായി ഞങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്കറിയാം. അവർക്കറിയാം. അവരാരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. രാജ്യവിരുദ്ധരെന്ന് ഒരു പ്രാവശ്യം കൂടെ ഇസ്ലാമിയർക്കെതിരെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ തിരിച്ച് അതേ നാണയത്തിൽ കിട്ടുമെന്നുള്ളത് തർക്കമേ വേണ്ട. ആ പോക്കൃത്തം ഇവിടെ കേട്ടുകൊണ്ടിരിക്കാൻ സൗകര്യമില്ല. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ കഷ്ടപ്പെട്ടിട്ട് നേടിത്തന്നാണ് സ്വാതന്ത്ര്യം. അത് മറന്നു പോകരുത്. ഇടയ്ക്കിടയ്ക്ക് അത് മറന്നു പോകുന്നതാണെന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. 1947 ശേഷമാണ് ഇന്ത്യ നിലവിൽ തന്നെ വന്നത്. അതിനു മുമ്പ് ഇത് ബ്രിട്ടീഷ് ഇന്ത്യയാണ്. അതും മറന്നു പോകണ്ട. ഇവിടെയുള്ള പകുതിയല്ല 3/4 ഭാഗത്തിലേറെയുള്ള നവോത്ഥാനങ്ങൾ കൊണ്ടുവരാൻ ഇസ്ലാമിയർ വേണ്ടി വന്നിരുന്നു. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്തൊക്കെ നേടിയെന്നും എന്തൊക്കെ ചെയ്തെന്നും ചരിത്രം പഠിക്കണോടാ. ചരിത്രം വായിച്ചു നോക്കണം. അപ്പൊ അതിനകത്തുണ്ട് കൃത്യമായിട്ട്. കൂടുതൽ ഞൊണ്ണ അടിച്ചുകൊണ്ട് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരാതിരിക്കാം. പിന്നെ ഇവന് കൊടുത്ത പദവി, ഇവൻ കേണലാണെങ്കിൽ ആർക്കെന്ത്? ഇവൻ കേണലോ എന്ത് വാഴയാവട്ടെ, ആർക്കെന്ത്? അവനൊരു സിനിമയാണ് അഭിനയിച്ചത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഉണ്ടായി വന്ന ഒരു സിനിമ. അതിനപ്പുറം അതിനൊരു മൂല്യമില്ല. ഇവിടെ ആരും അത് മൈൻഡ് ജോലി ചെയ്യുന്നില്ല. അതെന്താ കീർത്തി ചക്രയ്ക്കകത്ത് ഇസ്ലാമിയരായിട്ടുള്ള തീവ്രവാദികൾ വന്ന് പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുമ്പോൾ ഞങ്ങൾ കണ്ടോണ്ടിരുന്നല്ല. അത് ഇസ്ലാമാണേ, ഞങ്ങളെയാണേ പറഞ്ഞെന്ന് പറഞ്ഞു ഞങ്ങളാരും കുത്താനും പൊത്താനും പോയില്ലല്ലോ. അത് ഇസ്ലാമിയർ തന്നെയല്ലേ? അത് പാകിസ്ഥാൻ സ്വദേശികളായ ഇസ്ലാമിയരാണ്. ഞങ്ങൾക്കെങ്ങും കടിച്ചില്ലല്ലോ. ഞങ്ങൾ അതിനെ അപലപിക്കുകയാണ് ചെയ്തത്. ഞങ്ങളാരും ഇത് സംഘികൾ പൊങ്ങി എഴുന്നള്ളുന്നേക്ക് നടക്ക് ബോയ്ക്കോട്ട് ചെയ്യണം, അഭിനയിച്ചവനെ തീർക്കണം, അത് ശരിയല്ല എന്നാരും പറഞ്ഞില്ല. കീർത്തി ചക്രയിൽ അങ്ങനെയുണ്ട്. അതിനേക്കാൾ വൾഗറായ സ്ത്രീകൾ ആക്രമിക്കപ്പെടാറുണ്ട് എന്നാണ് സപ്പോർട്ടാണ് പറഞ്ഞത്. അതെന്താണ് തിരിച്ചു കിട്ടുമ്പോ നോവുന്നേ? നിനക്കൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് ഇസ്ലാമിയെ അടിക്കാം, ഇസ്ലാമിയരെ റേപ്പിസ്റ്റ് ആക്കാം, അത് കുഴപ്പമില്ല. തിരിച്ച് ഒരു സമൂഹത്തിൽ മൊത്തത്തിൽ അടിച്ചിടിച്ച് കയറി പ്രൊട്ടക്ട് ചെയ്ത മനുഷ്യന്റെ വീട്ടിൽ കയറി വെട്ടിത്തീർത്തത് ചരിത്രം പറയുന്നുണ്ട്, ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എവിടെ കൊണ്ടുപോയി മാച്ചുകളയും? സംഘികൾ വിചാരിക്കുന്ന നടക്ക് ചരിത്രം മാറ്റി എഴുതാൻ പറ്റത്തില്ല. ഒരു കാര്യം മനസ്സിലാക്കിയോ, ആ കഥ വളരെ വലിയ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് പൊതുസമൂഹത്തിൽ തന്നിട്ടുള്ളത്. എനിക്ക് ഇസ്ലാമിയരോട് പറയാൻ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന നാറികളുടെ ഇതും വായിച്ച് നിങ്ങൾ ചർച്ചയ്ക്കിരിക്കരുത്. കളഞ്ഞേക്കോ. നമ്മൾ അനുഭവിച്ച വേദന, നമ്മുടെ പെണ്ണുങ്ങൾ അനുഭവിച്ച വേദന ബൽക്കീസ് ബാനുവിന്റെ കണ്ണുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അവളുടെ കണ്ണുകളിലുണ്ട് ഞങ്ങൾ അനുഭവിച്ച വേദന. ആ വേദന ഇനി തുടരാതിരിക്കാൻ നിങ്ങൾ ശക്തരാകാനാണ് പറയുന്നത്. ശക്തരാവുക. സമർത്ഥമായി അത്യാവശ്യത്തിൽ കൂടുതൽ നിങ്ങളുടെ കയ്യിലുള്ള സോഴ്സ് നിങ്ങൾ ഉപയോഗിക്കുക. കുട്ടികളെ പഠിപ്പിക്കുക. ഭരണ പങ്കാളിത്തത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുക, സ്ട്രെങ്തൻ ആക്കുക. പെൺകുട്ടികളുടെ കയ്യിൽ പർദ്ദ കൊടുത്തു വിടാതെ ആയുധം എടുത്തു കൊടുക്കുക. ഒരുത്തൻ നമ്മളെ റേപ്പ് ചെയ്യാൻ വന്നാൽ അവനെ തീർക്കാനുള്ള പരിപാടി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. വരി ഒടിച്ചു വിടാൻ പെൺകുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. 6 വയസ്സ് 7 വയസ്സുള്ള പൊടി മക്കളെ കരോട്ട പഠിപ്പിച്ചു കൊടുക്കുക. പെൺകുട്ടികൾ അവൈലബിളായി ഞങ്ങളെ അടിക്കാൻ വരുമ്പോ അല്ലെങ്കിൽ റേപ്പ് ചെയ്യാൻ വരുമ്പോ അയ്യോ തല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നെഞ്ചു വിരിച്ചു നിന്ന് പോളിച്ചിട്ട് കൊടുക്കാൻ തന്റെ ഇടമുള്ള പെൺകുട്ടികളെ വളർത്തിയെടുക്കൂ. പെൺകുഞ്ഞുണ്ടാകുമ്പോ തന്നെ ബാലയും ചാന്തുപൊട്ട് മറ്റത് വാങ്ങിച്ചു കൊടുത്ത് മേക്കപ്പ് ഇട്ട് അവളെ കൂടിയിരുത്താതെ അവളെ തല്ലാനും അത്യാവശ്യത്തിന് അവൾ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി പെൺകുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കൂ. വരും കാലഘട്ടത്തിൽ നമ്മൾ നേരിടാൻ പോകുന്നത് അത്രയും ഭീകരമായ വിവേചനങ്ങളാണ്. അത്രയും ഭീകരമായ പ്രശ്നത്തിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല കായികപരമായി അവരെ ശക്തരാക്കി വെക്കുക. പഴയകാല സിനിമകളോ ബാഹുബലിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ പെൺകുട്ടികൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യരുത്. അണിഞ്ഞൊരുങ്ങി സെക്സിന് മാത്രമുള്ള ടോയ്സ് ആയിട്ട് പെൺകുട്ടികളെ കാറ്റഗറൈസ് ചെയ്യാതെ നമുക്കൊപ്പം തോളോട് തോൾ അവരെ ചേർത്ത് പിടിക്കൂ. അവർക്ക് പറഞ്ഞു കൊടുക്കൂ, വന്നാൽ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്,
ഇന്ത്യയിലാണുള്ളത്. മെജോറിറ്റിയുള്ള ഝാൻസി റാണി ഉൾപ്പെടെയുള്ള പെണ്ണുങ്ങൾ, ഉണ്ണിയാർച്ചയുള്ള പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്. കരുത്തരാണോ ശക്തരാണെന്നോ അവരിലൂടെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ പെൺകുട്ടികളെ അതേ ലെവലിൽ വളർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത്. അല്ലാതെ ഈ വായി നോക്കികൾ പറയുന്നത് കേട്ടിട്ടല്ല. ഇവന്മാർക്കൊരു ന്യായം, നമുക്കൊരു ന്യായം എന്ന് പറയുമ്പോൾ നിശബ്ദരായി ഇരിക്കുന്നതും തെറ്റ് തന്നെയാണ്. തിരിച്ച് പറയാനോ സംസാരിക്കാനോ പറ്റില്ല. അടിച്ചണ്ണാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് ഒക്കെ കണ്ടു. എന്തണ്ണാക്കി കൊടുക്കുന്നു? എന്താണ് അണ്ണാക്കി കൊടുത്തത്? നിങ്ങളുടെ നിസ്സഹായ അവസ്ഥ അവൻ ഫിലിമാക്കി ഇവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ എത്ര നിസ്സഹായരായിരുന്നു ആ ഫിലിമിനകത്തുണ്ട്. ആ നിസ്സഹായ അവസ്ഥ നിങ്ങളിലേക്ക് ഇവിടെ വരാൻ അധികം നേരമില്ല എന്ന് വ്യക്തമായി ആ സിനിമ പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ. നിങ്ങൾ അത്രയ്ക്കേ ഉള്ളൂ. കൂട്ടം കൂട്ടമായി കോളനി പോലെ നിങ്ങൾ താമസിക്കുന്നിടത്തേക്ക് അവർ ഇരച്ചു കയറും. നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഹിന്ദുമത വിശ്വാസികളെ പോലും അവർ തച്ചോടയ്ക്കും. പെറ്റ തള്ളയെ ചവിട്ടുന്നത് കണ്ടില്ലേ അതിനകത്ത്? അതാണ് അവരുടെ ക്യാരക്ടർ. പൃഥ്വിരാജ് ഏറ്റവും നന്നായി, ഏറ്റവും മാന്യമായി അത് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. അയാളുടെ ജീവന് സുരക്ഷിതത്വം കൊടുക്കൂ. അയാളെ ഒറ്റപ്പെടുത്തുന്നത് നിങ്ങൾ അയാളെ സംരക്ഷിക്കൂ. അതാണ് വേണ്ടത്. അവൻ കാലത്തിന് മേലെ സഞ്ചരിച്ച പയ്യനാ. അവനെ കൊണ്ട് അത് സാധിച്ചു. ഇതിനേക്കാൾ മുൻപ് ഈ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന പ്രോബ്ലത്തിലേക്കും അവൻ ആദ്യം വിരൽ ചൂണ്ടിയവനാ. അവനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് വേണ്ടത്. പൃഥ്വിരാജിന്റെ ലെവലിൽ ചിന്തിക്കുന്ന കുട്ടികളാണ് നമുക്ക് വേണ്ടത്. ഈ സംഖ്യയെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മിടുക്കാണ്. ഞാൻ ചോദിക്കട്ടെ, കുള്ളനും കുറിയവനും കറുത്തവനുമായ പരശിരാജയെ മമ്മൂട്ടിയെ പോലെ സുമുഖനും സുന്ദരനുമായ ഒരുത്തനെ കൊണ്ട് എംടി ചെയ്യിച്ചപ്പോ എവിടെ പോയിരുന്നു നിങ്ങളുടെ രോക്ഷം? എവിടെ പോയിരുന്നു നിങ്ങളുടെ രോഷം? രാജ്യദ്രോഹിയായ ഒരു മനുഷ്യനെ കൊണ്ട്, ഈ രാജ്യം സ്നേഹിയായ ഒരു മനുഷ്യനെ വെച്ച് ആ പടം പിടിച്ചപ്പോ എവിടെ പോയിരുന്നു നിങ്ങളുടെ രോഷം? ഞങ്ങളാരും കണ്ടില്ലെന്ന് വിചാരിക്കുന്നു. സിനിമാ മേഖല മാത്രമല്ല, ചരിത്രവും കൂടെ പഠിക്കണം മനുഷ്യർ. ചരിത്രവും കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് ചരിത്ര പഠനമാണ്. ഇതൊരു പഠിപ്പാണ്. അതിന്റെ ഏറ്റവും മോശപ്പെട്ട വശം അനുഭവിച്ച മനുഷ്യരാണ് നമ്മൾ. ഇനി ഇതേപോലെ ട്രെയിനിൽ തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണത്. ഒരു പൗരൻ മറ്റൊരു പൗരനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലുന്നുണ്ടെങ്കിൽ ആ രാജ്യം ശിഥിലമായി എന്നാണ് അർത്ഥം. അത് നിങ്ങൾ ചെയ്താലും തെറ്റ്, അവർ ചെയ്താലും തെറ്റ്. രണ്ടും തെറ്റാണ്. അതിൽ ഏറ്റവും ഭീകരമായി നമ്മൾ കണ്ടത് ഇപ്പുറത്തുള്ളതാണ്. അത് കൂട്ടത്തോടെ കൊല്ലുന്നു. ഇത് ഇഞ്ചിഞ്ചായി ഓരോരുത്തരെ പിഞ്ച് പൈതലുകളെ പോലും വരിച്ച് ഇടിച്ചും കുത്തിയും റേപ്പ് ചെയ്ത് കൊല്ലുന്നത് ആരാണ്? അതിന്റെ പക ഇന്നും വിടാതെ മനസ്സിൽ കൊണ്ടുകിടന്ന് ഇത്ര വൾഗറായി ഈ പൊതുസമൂഹത്തിൽ ഇരുന്നുകൊണ്ട് വിളിച്ചു പറയുന്നത് ആരാണ്? എന്താണ് ഇവിടെ നടക്കുന്നത്? വിവേചനം ഒരർത്ഥത്തിലും പാടില്ല എന്ന് പറയുന്നിടത്ത് നിയമപരമായിട്ട് അതും നമ്മുടെ സേനയിൽ അംഗമുള്ള ഇവന്മാരിരുന്നു കൊണ്ട് അതിനെ കൂട്ടുപിടിച്ച് പറയുമ്പോൾ നിങ്ങൾ എവിടെയാണ് മിണ്ടാതിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്കിത് കണ്ടിട്ട് ധാർമ്മിക രോഷം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ട എന്ന് വെച്ചാൽ സൈലന്റ് ആയിട്ടിരുന്നത്. ഇത് കാണാൻ ഉണ്ടാകുന്ന ഒരു ദേഷ്യം ഉണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രൊവോക്കഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ തന്നെയുണ്ട്. മോഹൻലാൽ അല്ല പൃഥ്വിരാജ് രാജ്യവിരുദ്ധർക്കൊപ്പമാണ്. നിന്റെ തന്തയാണോ രാജ്യവിരുദ്ധർ? നിന്റെ തന്ത സംഘിയും സംഘിയുടെ തന്തയുമാണ് രാജ്യവിരുദ്ധർ, അല്ലാതെ മുസ്ലിംസ് അല്ല. രാജ്യവിരുദ്ധർക്കൊപ്പമോ? എന്താണ് രാജ്യവിരുദ്ധത? രാജ്യത്തിന്റെ കൂടെ നിന്ന മനുഷ്യരെ വെട്ടിയും കുത്തിയും കൊന്നും ബലാത്സംഗം ചെയ്തും ഇല്ലാണ്ടാക്കിയ വൃത്തികെട്ട ജന്തുക്കളെ തുറന്നു കാണിക്കാൻ ഒരു സിനിമയെങ്കിലും ചെയ്തെങ്കിൽ ആ പയ്യന്റെ അച്ഛനോ അമ്മയ്ക്കോ അഭിമാനിക്കാം. മല്ലികാ സുകുമാരനിക്കും അഭിമാനിക്കാം. അവർ പെറ്റത് ആണിനെയാണ്, നല്ല അന്തസ്സുള്ളർത്തനെയാണ് പെറ്റിരിക്കുന്നത്. അതേപോലെ ആ പെൺകുട്ടിയുടെ കേസ് പറയുന്നത് അവളത് ചെയ്തില്ലെങ്കിലേ അതിശയമുള്ളൂ. അവള് BBC വേൾഡിൽ മാധ്യമ പ്രവർത്തകയാണ്. അവള് കണ്ട സത്യങ്ങൾ അവളുടെ ഭർത്താവിനെ കൊണ്ടാണെങ്കിലും ഞങ്ങളുടെ ലൈഫൊക്കെ റിസ്ക് ആകും എന്നറിഞ്ഞിട്ട് കൂടെ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ നിസ്സാരക്കാരിയാണോ? അവളൊക്കെയാണ് രാജ്യം ഭരിക്കേണ്ടത്. എന്നോട് ചോദിച്ചാൽ സുപ്രിയാണ് ഇന്ത്യ ഭരിക്കേണ്ടത് ഞാൻ പറയും. അത്രയ്ക്ക് ടാലന്റ് ഉള്ള കുട്ടിയാണ്. അത് കൃത്യമായിട്ട് അവൾ കൊണ്ടുവന്നിട്ട് തന്നില്ലേ? സ്വന്തം സുരക്ഷ നോക്കാതെ കിട്ടിയ പണവും കൊണ്ട് വലിയ കാറും വാങ്ങിച്ച് ആഷ്മിഷ് ലൈഫും കൊണ്ടിരിക്കുന്നതിന് പകരം എന്താ ചെയ്തത്? അതിനകത്തേക്ക് ആരെ കയറ്റിയില്ല. എല്ലാം പെർഫെക്റ്റ്, സൂപ്പർ ആയിരുന്നു. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് സത്യമാണ്. പക്ഷെ ദാറ്റ് സ്പെസിഫിക് കണ്ടന്റ് അത് സൂപ്പറാണ്. അത് എത്തേണ്ടവരിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇതുകൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ നിൽക്കണ്ട. അത് കേട്ട് ആരും നമ്മൾ എന്തോ കൊടുത്തു സംഘികൾക്കുണ്ടാക്കി ഒന്നുമല്ല. സംഘികൾ ഇതാണെന്ന് കാണിക്കാൻ ഈ സിനിമ ഉപകാരമായി. സംഘികൾ ഇതാണ്, അവർക്ക് ഇത്രേ അറിയുള്ളൂ. അവർക്ക് നമ്മളെ പറ്റി ഇങ്ങനെ പറയാൻ അറിയുള്ളൂ. അവർ വിചാരിക്കുന്ന നമ്മൾ രാജ്യവിരുദ്ധർ, രാജ്യദ്രോഹികൾ. അവർ രാജ്യസ്നേഹികൾ. യഥാർത്ഥത്തിൽ സംഘികൾ രാജ്യദ്രോഹികൾ. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. താങ്ക് യു.